സ്ഥാപനങ്ങൾ, ഘടന, പഞ്ചായത്തി രാജ് സംവിധാനം, ജില്ലാ പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, നഗരപാലിക സംവിധാനം, KCBയുടെയും സ്കൂൾ മാനേജ്മെന്റിന്റെയും അനാസ്ഥ മൂലം തേവലക്കരയിൽ ഷോക്കേറ്റ് മരിച്ച ഒരു കുഞ്ഞു മോനാണ് ഇത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. മലയാളികളെല്ലാം നിറ കണ്ണുകളോടെയാണ് ഈ വാർത്ത കണ്ടത്. നല്ലൊരു പഠിക്കുന്നൊരു മോനാണ്, എല്ലാ കാര്യങ്ങളിലും നല്ല മിടുക്കനായിട്ടുള്ളൊരു മോനാണ്. എന്നാൽ മോൻ ജീവനോടില്ല. KCBയുടെയും അതുപോലെ സ്കൂൾ മാനേജ്മെന്റിന്റെയും അനാസ്ഥ മൂലം ഈ മോന് ഷോക്കേറ്റ് മരിക്കുകയാണ് ഉണ്ടായത്. ആ സ്കൂളിലെ സൈക്കിൾ ഷെഡ് നിർമ്മിക്കാൻ ആരനുമതി കൊടുത്തു? അത്രയും തലയുടെ മുകളിലൂടെ, അതിലും താഴെയാണ് ആ ലൈൻ, KCBയിലെ ലൈൻ, ഇലക്ട്രിക്കൽ കറണ്ടിൻ്റെ ലൈൻ പാസ് ചെയ്യുന്നത്. എന്നിട്ടും അതിൻ്റെ താഴെ ഒരു വെയിറ്റിംഗ് ഷെഡ് നിർമ്മിക്കാൻ ആരനുമതി കൊടുത്തു? ഇനി അനുമതി ഇല്ലാതെയാണ് ആ ഷെഡ് അവിടെ പണിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിയമവിരുദ്ധമാണ്. അതിന് തക്കതായിട്ടുള്ള നടപടി നമ്മളെ ഗവൺമെൻറ്, സർക്കാർ, മുഖ്യമന്ത്രി എടുത്തിരിക്കണം. കാരണം തലയുടെ മണ്ടയിലൂടെ കറണ്ട് പാസ് ചെയ്യുന്ന ഒരു സ്ഥലത്തും ഒരു വെയിറ്റിംഗ് ഷെഡ് നിർമ്മിക്കാൻ ഒരു പഞ്ചായത്തിൽ നിന്നും അനുമതി കിട്ടത്തില്ല. ഒരിടത്തുനിന്നും അനുമതി ആരും കൊടുക്കത്തില്ല. അത് പണിഞ്ഞ ആൾ പോലും അത്രയ്ക്കും ബോധമില്ലാത്ത ഒരാളായി പോയല്ലോ എന്നാണ് ഞാൻ ഓർക്കുന്നത്. എല്ലാവരും ഇപ്പം ന്യൂസിനകത്തൊക്കെ പറയുന്നുണ്ട്, വെളുപ്പിക്കാൻ പറയുന്നുണ്ട്, 10, 15, 20 കൊല്ലമായിട്ട് വർഷങ്ങൾക്ക് മുമ്പേ ഉള്ള ലൈൻ കമ്പിയാണ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ശരി, ലൈൻ കമ്പി അവിടെ കിടക്കട്ടെ. എന്തിന് അതിൻ്റെ അടിയിൽ കൊണ്ട് ഷെഡ് വയ്ക്കാൻ നിന്നു? സാമാന്യം ഒരു ബോധമുള്ള ഒരാൾക്ക് മനസ്സിലാവുന്നതാണ്. കാരണം ഈ ഷെഡ് എന്ന് പറയുന്ന പ്ലാസ്റ്റിക് കൊണ്ട് ഉണ്ടാക്കുന്നില്ല, ഇത് ഇരുമ്പും സ്റ്റീലും കമ്പിയെല്ലാം വെച്ച് ഉണ്ടാക്കുന്ന സാധനമാണ്. ഈ ലൈൻ കമ്പി എന്നുള്ള കറണ്ട് ഇതിലേക്ക് പാസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മൂട്ടിൽ ആരെങ്കിലും ചെന്ന് പിടിക്കുകയോ എടുക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവർക്ക് ഷോക്ക് അടിക്കും. ഇത്രയും കുഞ്ഞു പിള്ളേർ, കുഞ്ഞു മക്കൾ പഠിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ നോക്കണം എന്തുമാത്രം കെയർലെസ് ആയിട്ടാണ് അത് പണിഞ്ഞേക്കുന്നതെന്ന് നോക്കണം. ആ ലൈൻ കമ്പി പാസ് ചെയ്യുന്ന അടിയിലൂടെ ഒരു ഷെഡ് ഉണ്ടാക്കി വെക്കണമെങ്കിൽ അത് എന്തുമാത്രം കെയർലെസ് ആയിട്ടാണ് ഉണ്ടാക്കിയെന്ന് നമുക്ക് മനസ്സിലാക്കാനേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം KCBക്കാർക്കും മാനേജ്മെൻറ്റുമാണ്. ഒന്നാമതായിട്ട് ഇതിൽ പൂർണ്ണ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടത് സ്കൂൾ മാനേജ്മെൻറ്റ് തന്നെയാണ്. രണ്ടാമതായിട്ട് KCBക്കാരും. സ്കൂൾ മാനേജ്മെൻറ്റ് ഒന്നുകിൽ ആ ഷെഡ് പണിഞ്ഞു കഴിഞ്ഞിട്ടായാലും ഈ ലൈൻ കമ്പി അതിൻ്റെ മണ്ടയിലൂടെ പാസ് ചെയ്യുന്നുള്ള കാര്യം ചിലപ്പോൾ KCBക്കാർ ഇത് അറിയണമെന്നില്ല. എന്നിരുന്നാലും അവരുടെ കയ്യിലും തെറ്റുണ്ട്. ഇങ്ങനെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉള്ള ഇടത്തൊക്കെ ലൈൻ കമ്പികൾ എവിടെയൊക്കെ കിടക്കുന്നുണ്ട്, ഏതൊക്കെ സ്ഥലങ്ങളിലൂടെയാണ് പാസ് ചെയ്യുന്നതെന്നെല്ലാം അവർ മനസ്സിലാക്കണം. അതിനു വേണ്ടിയിട്ടുള്ള നടപടികൾ അവരെ എടുത്തിരിക്കണം. അതിനു വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാവോ അതും അവർ സ്വീകരിച്ചിരിക്കണം. നേരെ മറിച്ച് ഇത് അറിയിക്കേണ്ടത് സ്കൂൾ മാനേജ്മെൻ്റ് ആണ്, സ്കൂൾ PTA ആണ്. ഇവരൊക്കെ പിന്നെ എന്തിനാണ് PTA കൂടുന്നത്? ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് PTA കൂടേണ്ടത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിക്കാനും ചർച്ച ചെയ്യാനും സ്കൂളിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനും പിള്ളേർക്ക് അവിടെ വരുന്ന മക്കൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനുമാണ് PTA എന്ന് പറഞ്ഞൊരു സാധനം വെച്ചേക്കുന്നത്. അപ്പോൾ ഇത്രയും കാലമായിട്ടും ഇത്രയും പിള്ളേർ കളിക്കുന്ന ഒരു സ്ഥലത്തൂടെ ഒരു ഷെഡിൻ്റെ മണ്ടയിൽ കൂടെ ഒരു ലൈൻ കമ്പി ഇത്രയും ഹൈ വാട്ട്സിലുള്ള കറണ്ട് പാസ് ചെയ്യുന്നത് ഇത്രയും നാളായിട്ട് ഒരു മനുഷ്യരും ശ്രദ്ധിച്ചില്ല. എന്തുകൊണ്ട് ശ്രദ്ധിച്ചില്ല? അപ്പോൾ ഇതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം KCBയും മാനേജ്മെൻറ്റും ഏറ്റെടുക്കണം. അതാണ് വേണ്ടുന്നത്. മറ്റുള്ളവർ തലയിൽ കെട്ടിവെച്ച് രക്ഷപ്പെടാൻ നോക്കുന്നത് ഒരു കാരണവച്ചാലും ശരിയല്ല. ഇപ്പം ഞാനിത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസം ഏഷ്യാനെറ്റ് ന്യൂസിനകത്ത് ഞാൻ ഒരു പോസ്റ്റ് കണ്ടു. ഈ മിഥുൻ എന്ന ഈ മോൻ ഷോക്കേറ്റ് മരിച്ചതുമായിട്ട് ബന്ധപ്പെട്ട പ്രധാന അധ്യാപികയ്ക്ക്, ആ സ്കൂളിലെ പ്രധാന അധ്യാപികയ്ക്ക് സസ്പെൻഷൻ ചെയ്തെന്ന് പറഞ്ഞിട്ടുള്ളൊരു പോസ്റ്റ് കണ്ടു. പ്രധാന അധ്യാപികയെ സസ്പെൻഡ് ചെയ്തിട്ടെന്ന് പറഞ്ഞിട്ട്. എന്തിനാണ് ഈ അധ്യാപികയെ സസ്പെൻഡ് ചെയ്തതെന്നും കൂടെ പറയുമോ? സ്കൂൾ മാനേജ്മെൻറ്റും KCBയും അതുപോലെ PTAയും ഇവരെല്ലാം ഏറ്റെടുക്കേണ്ട ഉത്തരവാദിത്വം, അല്ലെങ്കിൽ ഇവരെ കയ്യിൽ നിന്ന് വന്ന തെറ്റ്, ചെറിയ തെറ്റൊന്നും പറയാൻ പറ്റത്തില്ല, വലിയ തെറ്റ് തന്നെയാണ്. ഒരു കുഞ്ഞു മോൻ്റെ ജീവനാണ് അവിടെ നഷ്ടപ്പെട്ടത്. ആർക്ക് പോയി? നിങ്ങൾക്ക് പോയോ? സ്കൂൾ മാനേജ്മെൻറ്റിന് പോയോ? KCBക്ക് പോയോ? PTA പ്രസിഡന്റിന് പോയോ? ഇല്ല. ആർക്ക് പോയി?
ആ കുഞ്ഞിൻ്റെ അച്ഛനും അമ്മയ്ക്കും ആ വീട്ടുകാർക്കും പോയി. നിങ്ങളെ കയ്യിലുള്ള അനാസ്ഥ മൂലമാണ് അത് സംഭവിച്ചത്. അപ്പം ആ സ്കൂളിലെ അധ്യാപിക അതിന് എത്രത്തോളം തെറ്റുകാരിയാണെന്ന്, കാരണം എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ പറയുവാണെങ്കിൽ ആ അധ്യാപിക തെറ്റുകാരിയല്ല. അവിടെ പ്രധാന അധ്യാപിക പോയിട്ട് ഒരുപാട് അധ്യാപകരുണ്ട്. ചിലപ്പം അവർ അത് സൂചനയിൽ പെടുത്തിയിട്ടുണ്ടായിരിക്കാം. എന്നിരുന്നാൽ തന്നെയും മാനേജ്മെൻ്റാണ് ശ്രദ്ധിക്കേണ്ടത്, KCB ആണ് ശ്രദ്ധിക്കേണ്ടത്. പിന്നെ എന്തിനാണ് മാനേജ്മെൻ്റ് ആ സ്കൂളും തുറന്നു വെച്ചുകൊണ്ടിരിക്കുന്നത്? ലക്ഷങ്ങൾ ഡൊണേഷൻ മേടിക്കാൻ അറിയാലോ. എന്തുകൊണ്ട് കുഞ്ഞുങ്ങളെ സേഫ്റ്റി നിങ്ങൾക്ക് നോക്കാൻ സാധിക്കുന്നില്ല? അപ്പം നിങ്ങളെ അനാസ്ഥ മൂലം ഉണ്ടായ ഒരു കുറ്റത്തിന് ഈ ഒരു പാവം അധ്യാപികയെ സസ്പെൻഡ് ചെയ്ത് ദ്രോഹിക്കുന്നത് ശരിയല്ല. ചിലപ്പം ഈ ഒരു മനോവിഷമത്തിൽ, കാരണം ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സ്കൂളിലൊരു ഇവരെല്ലാവരെയും ഒരു വേണ്ടപ്പെട്ട ഒരു കുഞ്ഞുമോനായിരുന്നു, നല്ല പഠിക്കുന്നൊരു മോനായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു വിഷമം, ആ കുഞ്ഞ് മരിച്ചതിൻ്റെ, ഷോക്കേറ്റ് മരിച്ചതിൻ്റെ വിഷമവും. രണ്ടാമത്തേതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ആ അധ്യാപികയെ സസ്പെൻഷൻ ചെയ്തതിൻ്റെ ഒരു വിഷമം. അപ്പോൾ ഇതെല്ലാം കൂടെ ആ സ്ത്രീ, ആ ലേഡി താങ്ങാൻ പറ്റുന്നതിലും അങ്ങേയറ്റമായിരിക്കും. നാളെ അവർ എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ, ആത്മഹത്യ വല്ല എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ അതിന് ഉത്തരവാദിത്വം ആര് ഏറ്റെടുക്കും? അപ്പം ആ ഒരു പാവ സ്ത്രീയുടെ മേലിൽ ഈ ഒരു കുറ്റം അടിച്ചേൽപ്പിച്ച് മുങ്ങുന്നത് ഒരിക്കലും ശരിയായിട്ടുള്ളൊരു കാര്യമല്ലെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. മേളിൽ കൂടെ ലൈൻ പോകുന്നത് മാറ്റി കൊടുക്കാൻ വൈദ്യുതി ബോർഡും തയ്യാറാണ്. നമ്മൾ പിന്നെ എല്ലാം പറയുമ്പോൾ എല്ലാം പറയണമല്ലോ. ആ ലൈൻ അവിടെ നിന്ന് മാറ്റാൻ വൈദ്യുതി ബോർഡ് തന്നെ ഇനിയെങ്കിലും പണം ചിലവാക്കി അത് മാറ്റണം. മന്ത്രി എന്ന നിലയിലല്ല, ഒരു സാധാരണ പൗരൻ എന്ന നിലയിൽ അത് ആ കുഞ്ഞുങ്ങൾ പഠിക്കുന്ന സ്കൂളിലെ നടുവിൽ അങ്ങനെ ലൈൻ പോകുന്നത് ഡേഞ്ചറസ് ആണ്. പിന്നെ ആ ഷെഡ് അതിനടി കൊണ്ട് വെച്ചത് വലിയ തെറ്റാണ്. തെറ്റ് ആര് വെച്ചാലും അവർ പേര് നടപടി ഉണ്ടാക്കണം. അത് 8 വർഷം മുമ്പോ 10 വർഷം, അതല്ല. ആരവിടെ ഷെഡ് വെച്ചെന്നല്ല, ആര് ഷെഡ് വെക്കാനുള്ള അനുമതി കൊടുത്തെന്നാണ്. ഒരു സ്കൂളല്ലേ, അവിടെ ഇതുപോലുള്ള എന്തെങ്കിലും വെക്കണമെങ്കിൽ അതിന് അനുമതി വേണം. കാരണം അത്രയും പിള്ളേർ പഠിക്കുന്ന ഒരു സ്കൂളാണ്, കുഞ്ഞു മക്കൾ പഠിക്കുന്ന സ്കൂളാണ്. അപ്പം ഇതുപോലുള്ള ഷെഡുകൾ, അതുപോലെ ലൈൻ കമ്പിയിലെ താഴെ അടുത്തും മുട്ടിയിട്ടും അതുപോലെ മുട്ടതായി നിൽക്കുന്ന സ്ഥലങ്ങളിൽ ഇതുപോലുള്ള ഷെഡുകൾ കൊണ്ട് വെക്കുന്നതിന് അനുമതി തേടിയേ പറ്റൂ. അനുമതി ഉണ്ടെങ്കിലേ ഇതൊക്കെ ചെയ്യാൻ പറ്റൂ. അല്ലാതെ ചുമ്മാ അവിടെ ഇവിടെയും കൊണ്ട് കുറ്റിയടിച്ച് ഷെഡ് വയ്ക്കാൻ പറ്റത്തില്ല. അപ്പം ആര് വെച്ചെന്നല്ല, ആരതിന് അനുമതി കൊടുത്തെന്നാണ് പറയേണ്ടത്. പിന്നെ എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ എല്ലാവരും കാണുന്നതാണ്, ഇപ്പം ഓക്സ്ഫോർഡ് അങ്ങനെയുള്ള സ്കൂളുകളിലൊക്കെ രാവിലെ 7:30 അല്ലെങ്കിൽ 7 മണിക്കൊക്കെ രാവിലെ പിള്ളേരെ ഒരുക്കി നിർത്തി വിടുവാണ്. കാരണം ഒന്നിനും സമയമില്ല, പിള്ളേർക്ക് മറ്റുള്ള കാര്യങ്ങൾക്കൊന്നും സമയമില്ല. രാവിലെ പോകുന്നു, വൈകിട്ട് വരുന്നു, രാവിലെ പോകുന്നു, വൈകിട്ട് വരുന്നു. അപ്പം ഇങ്ങനെ ഇപ്പോൾ പണ്ടൊക്കെ ആണെങ്കിൽ 8, 9 മണി 9:30 ഉള്ള സമയങ്ങളിലേക്കാണ് പിള്ളേർ സ്കൂളിലോട്ട് പോകുന്നതും ബെല്ലടിക്കുന്ന സമയത്തേക്കാണ് ഓടിക്കയറുന്നത്. അന്നത്തെ പിള്ളേർക്കൊക്കെ ഒരുപാട് സമയങ്ങളും അതുപോലെ പല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനുള്ള അവസരങ്ങളും ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നത്തെ കാലത്ത് ഒന്നിനും സമയമില്ല. പഠിത്തം എന്നുള്ളൊരു ചിന്ത മാത്രമാണ് സ്കൂളിലായാലും വീട്ടിലായാലും. അപ്പം മെയിനായിട്ട് നമ്മളെ മാതാപിതാക്കളും അതുപോലെ സ്കൂൾ അധ്യാപകരും എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. കാരണം ഇപ്പോൾ ഉള്ള പിള്ളേരെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഇപ്പം പൊതുവിജ്ഞാനപരമായിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ കുറച്ച് പറഞ്ഞു കൊടുക്കുക. ഇപ്പം തന്നെ ഷോക്കേറ്റ് വീണ് കിടക്കുന്ന സമയത്ത് CPR എങ്ങനെ കൊടുക്കണം, ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളും അതുപോലെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, ഇപ്പം CPR കൊടുക്കേണ്ട രീതി, പ്രോപ്പറായിട്ട് കൊടുക്കേണ്ട രീതി. ഇപ്പം അവിടെ ഈ മിഥുൻ എന്ന് പറയുന്ന ഈ മോൻ വീണ് കിടന്ന സമയത്ത് CPR കൊടുത്തെന്ന് പറയുന്നുണ്ട്, എങ്കിൽ തന്നെയും ചിലപ്പോൾ അത് പ്രോപ്പർ ആവണമെന്നില്ല. അപ്പം കാരണം ആ സമയത്ത് അവിടെ അധ്യാപകരൊന്നും ഇല്ലല്ലോ. അപ്പം അധ്യാപകരൊന്നും ഇല്ലായിരുന്നു. അപ്പം പിള്ളേർ മാത്രമേ ഉള്ളായിരുന്നു. ചിലപ്പം അത് അവർക്ക് പ്രോപ്പറായിട്ട് അറിയണമെന്നില്ല. അപ്പം ഈ CPRും കാര്യങ്ങളും എങ്ങനെ പ്രോപ്പറായിട്ട് കൊടുക്കണം, അതുപോലെ ഇങ്ങനെയുള്ള ഈ പൊട്ടി വീണ ലൈൻ കമ്പിയിലും കാര്യങ്ങളിലൊക്കെ തുടരരുത്, അങ്ങനെയുള്ള കുറേ അറിവുകളുണ്ടല്ലോ. നമുക്ക് ബേസിക്കലായിട്ട് നമ്മൾ പഠിക്കേണ്ടതായിട്ടുള്ള കുറേ അറിവുകളുണ്ട്. അതൊക്കെ എല്ലാ സ്കൂളുകളിലും പറഞ്ഞു കൊടുക്കാനും, അത് വീട്ടുകാരായിക്കോട്ടെ സ്കൂളിലായിക്കോട്ടെ, അതിനുള്ളൊരു സിസ്റ്റം കൊണ്ടുവരികയും എല്ലാ വീട്ടുകളിലെ എല്ലാ മാതാപിതാക്കളും രക്ഷിതാക്കളും മക്കൾക്ക് ഇതൊക്കെ പറഞ്ഞു കൊടുക്കുകയും വേണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഇന്നത്തെ ഒരു ജനറേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇന്നത്തെ ഒരു വിദ്യാഭ്യാസ രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ പഠിത്തം എന്ന് മാത്രം പോകുന്നൊരു കാലഘട്ടമാണ്. അപ്പോൾ അതൊക്കെ ശരിയാണ്, നല്ലതാണ്, പഠിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി പഠിത്തത്തിൻ്റെ കൂടെ നമ്മൾ മക്കൾക്ക് നമ്മൾ പറഞ്ഞു കൊടുത്ത് അവരെ ബോധേഡാക്കുക. അപ്പോൾ ഇതിനെ പറ്റിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക. ഈ ടീച്ചറിനെ സസ്പെൻഷൻ ചെയ്തത് ശരിയാണോ അല്ലയോ എന്ന് നിങ്ങൾ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഗൈസ്, സീ യു.